വെറും 45 സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു പരസ്യം കാരണം ഒരു ബ്രാൻഡിന് ഏകദേശം 2700 കോടി രൂപയോളം നഷ്ടം വരികയും അത് പിന്നീട് ആ ബ്രാൻഡിൻ്റെ ക്രെഡിബിലിറ്റിയെ വരെ ബാധിച്ച കാര്യം നിങ്ങൾക്കറിയാമോ? കേൾക്കാൻ കുറച്ച് വിശ്വാസക്കുറവുണ്ടല്ലേ? പക്ഷേ തനിഷ്കിൻ്റെ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചത്. 2020 ഒക്ടോബറിൽ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ജ്വല്ലറി ബ്രാൻഡായ തനിഷ്ക് അവരുടെ ഏകത്വം എന്ന പേരിലുള്ള ആഡ് ക്യാമ്പയിൻ റൺ ചെയ്യാൻ ആരംഭിച്ചു. ഏകത്വം മീൻസ് യൂണിറ്റി. ഒരു ഹിന്ദു പെൺകുട്ടി ഒരു മുസ്ലിം ഫാമിലിയിലേക്ക് വിവാഹം കഴിച്ചെത്തുന്നതും അവളുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി സ്നേഹത്തോടു കൂടി അവളുടെ ബേബി ഷവർ പരമ്പരാഗതമായ ഹിന്ദു ആചാരപ്രകാരം നടത്തുന്നതുമാണ് ഈ പരസ്യത്തിൽ കാണിച്ചിരിക്കുന്നത്. യൂണിറ്റിയും സ്നേഹവും ഹാർമണിയും ഇവ ആഘോഷിക്കുക എന്നതാണ് ഈ ആഡിലൂടെ അവർ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ആളുകളെ ഒന്നിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഈ പരസ്യം സത്യത്തിൽ അവരെ ഭിന്നിപ്പിക്കുകയാണ് ചെയ്തത്. സോഷ്യൽ മീഡിയയിൽ നെഗറ്റിവിറ്റി സ്പ്രെഡായി. ഈ പരസ്യം ലവ് ജിഹാദ് ഉയർത്തി കാണിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണം ഉയർന്നു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ #ബോയ്ക്കോട്ട് തനിഷ്ക് എന്ന ട്വീറ്റ് നേഷൻ വൈഡ് ട്രെൻഡിംഗ് ആയി. രാജ്യമൊട്ടാകെയുള്ള ഈ പ്രതിഷേധം കാരണം തനിഷ്കിന് ഈ പരസ്യം 48 മണിക്കൂറിനുള്ളിൽ പിൻവലിക്കേണ്ടി വന്നു. ഇവിടെയാണ് പ്രശ്നം കൂടുതൽ ഗുരുതരമാകുന്നത്. പരസ്യം ഷൂട്ട് ചെയ്യാനും മാർക്കറ്റ് ചെയ്യാനും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചത് ഇതിലൂടെ നഷ്ടമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജ്വല്ലറി സെയിൽ നടക്കുന്ന ദീപാവലിക്ക് തൊട്ടു മുമ്പായാണ് ഈ സംഭവം നടന്നത്. എന്നാൽ ഈ ഹേറ്റ് ക്യാമ്പയിൻ കാരണം മാർക്കറ്റിൽ അവർക്ക് ഭീകരമായ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത്. ടാറ്റയുടെ തന്നെ സബ്സിഡറി ബ്രാൻഡായ ടൈറ്റൻ്റെ ഓഹരികൾ 2.58% ഇടിഞ്ഞു. അതായത് ഏകദേശം 2700 കോടി രൂപയോളം നഷ്ടം. അക്കങ്ങൾക്കും അപ്പുറം ഇത് ബ്രാൻഡിൻ്റെ ക്രെഡിബിലിറ്റിയെ മോശമായ രീതിയിൽ ബാധിച്ചു. ഇതിൽ നിന്നും പഠിക്കേണ്ട പാഠം എന്താണ്? ഒരു ബ്രാൻഡിന് ഒരു രാജ്യത്തിൻ്റെ മനോഭാവം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അത് നല്ല ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന പല ആഡുകളും ബാക്ക്ലാഷ് ചെയ്യപ്പെട്ടേക്കാം. റിലീജിയനും ട്രഡീഷനും എന്നത് വളരെ സെൻസിറ്റീവായ വിഷയങ്ങളാണ്. അത് വളരെ കെയർഫുള്ളായ രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ പ്രതിഷേധങ്ങൾക്ക് കാരണമായേക്കാം എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തനിഷ്കിൻ്റെ ഏകത്വം എന്ന ക്യാമ്പയിൻ. ശരിക്കും ഈ സംഭവത്തിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഇത് കോണ്ടന്റിൻ്റെ പ്രശ്നമാണോ അതോ നമ്മുടെ മനോഭാവത്തിൻ്റെ പ്രശ്നമാണോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ രേഖപ്പെടുത്തൂ.